ചന്ദ്രശേഖരന്റെ ഉള്ളിൽ പ്രതീക്ഷകൾ മുളപൊട്ടുകയായിരുന്നു. ഗായത്രിയെക്കുറിച്ച് രുദ്രൻ പറഞ്ഞപ്പോൾ അവന് ഇപ്പോൾ ഗായത്രിയോടുള്ള ബന്ധത്തിന്റെ സ്വഭാവം ബോസും എംപ്ലോയിയുമായിട്ടുള്ളതല്ല, മറിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയോടുള്ള സ്നേഹമാണെന്ന് അയാൾക്ക് തോന്നി. രാത്രി എന്നും പതിവ് പോലെ ഗായത്രി ബാൽക്കണിയിൽ നിന്ന് കുഞ്ഞിനെ നോക്കുമായിരുന്നു. കുഞ്ഞിന് പനിയുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. പതിവ് പോലെ അവൾ നോക്കുന്നത് ഇത്തവണ രുദ്രൻ കണ്ടിരുന്നു. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം എന്തെന്ന് ഇപ്പം അവനറിയാലോ. അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ജാടയിട്ട് മോളിലെ ബാൽക്കണിയിലൂടെ വലിഞ്ഞു നോക്കുന്നതെന്ന് അവൻ്റെ ഉള്ളിൽ ചിരിവ് വിടർന്നു അവളെ കണ്ടപ്പോൾ. അവൻ കുഞ്ഞു കുസൃതി എന്നോളം കുഞ്ഞിനെയും കൊണ്ട് വേഗം ഉള്ളിലേക്ക് കയറിപ്പോയി. അത് കണ്ടപ്പോൾ ഗായത്രിക്ക് വിഷമമായി. ചേ, ഇവൻ എന്ത് പണിയാ കാണിച്ചേ? കുറച്ചു നേരം കൂടി സാധാരണ ഇരിക്കുമല്ലോ. ഞാൻ എൻ്റെ കുഞ്ഞിനെ നേരെ കണ്ടില്ല. ഇനി നാളെയല്ലേ പറ്റുള്ളൂ. അവളുടെ ഉള്ളം വീർപ്പ് മുട്ടുന്ന പോലെ തോന്നി. സമാധാനമൊക്കെ പോയി. കുഞ്ഞിനെ കുറച്ചു നേരം കൂടി കണ്ടിരുന്നെങ്കിൽ അവൾക്ക് ആശ്വാസമാവായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് കിടന്നുകൊണ്ടാവാം അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഇതാരാപ്പാ ഈ സമയത്ത്? അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡോറ് തുറന്നു. കല്യാണിയമ്മയായിരുന്നു അത്. കല്യാണിയമ്മയുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ട്, ശിവമോള്. കല്യാണിയമ്മ എന്താ ഈ സമയത്ത്? കുഞ്ഞുമായി അവൾ തൻ്റെ മുമ്പിൽ കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്ന കല്യാണിയമ്മയോട് ചോദിച്ചു. അത് മോളെ, രുദ്രമോനെ ചെറുതായിട്ട് പനിക്കുണ്ടത്രേ. കുഞ്ഞിന് വയ്യല്ലോ, അതുകൊണ്ട് എൻ്റെ അടുത്ത് കിടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ശരിയെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോൾക്ക് കുഞ്ഞിനെ കൂടെ കിടത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഇന്ന് രാത്രി മുഴുവൻ ശിവമോളെ മോൾക്ക് കൂടെ കിടത്താ കൊഞ്ചിക്ക, കല്യാണിയമ്മ പറഞ്ഞു. അത് കേട്ടതും ഗായത്രിക്ക് വളരെ സന്തോഷമായി. തൻ്റെ കുഞ്ഞുമായി കുറച്ചു നേരം കൂടി ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചിരുന്നല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കല്യാണിയമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങി. മോൾക്ക് എങ്ങനെയുണ്ട്, മാറിയോ? ഇന്ന് മുഴുവൻ അമ്മയുടെ ചക്കര അമ്മൻ്റെ കൂടെയാണല്ലോ. അമ്മയും മോളും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും, ശിവമോളെ കൊഞ്ചിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു. അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണിയമ്മ ഗായത്രിയുടെ സന്തോഷം നോക്കിക്കൊണ്ട് നിന്നുപോയി. ഇപ്പോൾ അവരെ കാണുമ്പോൾ കല്യാണിയമ്മയ്ക്ക് വിഷമമൊന്നുമില്ല, മറിച്ച് ഒരുപാട് സന്തോഷമാണ് തോന്നുന്നേ. എന്നാൽ ശരി, അമ്മയും മോളും കഥ കടച്ച് കിടന്നു എന്ന് പറഞ്ഞ് കല്യാണിയമ്മ പുറത്തേക്ക് പോയി. കല്യാണിയമ്മ പോകുമ്പോൾ രുദ്രൻ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. രുദ്രനെ നോക്കി കല്യാണിയമ്മ ചിരിച്ചു. എന്താ ആ ചിരിയുടെ അർത്ഥം എന്നറിയോ? ശരിക്കും ഗായത്രിയുടെ അടുത്ത് കുഞ്ഞിനെ എത്തിക്കാനായിരുന്നു രുദ്രൻ ഇല്ലാത്ത പനി ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കല്യാണിയമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. ഇത് കല്യാണിയമ്മയ്ക്കും അറിയായിരുന്നു കേട്ടോ. കല്യാണിയമ്മയ്ക്കും നല്ലൊരു പങ്കുണ്ട്. ശരിക്കും ഗായത്രിയുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്ന രുദ്രൻ. അങ്ങനെ ആ നൈറ്റ് ഗായത്രിയും കുഞ്ഞും സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കുഞ്ഞാവ് ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റെങ്കിലും ഗായത്രിക്ക് അതൊന്നും ബുദ്ധിമുട്ടായി തോന്നിയില്ല. കുഞ്ഞെഴുന്നേറ്റ അവൾക്ക് പാല് വേണം. കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം കുഞ്ഞിനെ നോക്കി ഉറങ്ങാതെ കിടന്നു ഗായത്രി കുറച്ചു സമയം. എന്നിട്ട് എപ്പോഴാണ് അവൾ ഉറങ്ങിപ്പോയത്? അവൾ കൊതിച്ചതെല്ലാം അവളുടെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രുദ്രനും കൂടെ എത്തിയ ആ ഫാമിലി ചാർട്ട് പൂർത്തിയാവും. ഗസ്റ്റ് ഹൗസിലുള്ള രുദ്രൻ്റെ അവസ്ഥയും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. അവൻ്റെ മനസ്സിലും ഗായത്രിയും കുഞ്ഞുമാണ്. എന്തോ ഇപ്പോൾ കുഞ്ഞിനോടൊപ്പം അവൻ ഗായത്രിയെ ചേർക്കാൻ തുടങ്ങി. മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഗായത്രിയും ഉണ്ട്. അവളുടെ സ്ഥാനം എന്തെന്ന് മാത്രം അറിയില്ല. അങ്ങനെ അവരെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാവിലെ ഗായത്രി പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. മരിക്കാൻ പേടിയില്ല, പക്ഷെ കുഞ്ഞിനെ ഓർത്താണ് പേടി. മരിച്ചാലും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ അവൾ ആത്മാവ് എന്ന രൂപത്തിലുണ്ടാവും, കുഞ്ഞിനെ വിട്ട് എവിടെയും പോവില്ല എന്നൊക്കെ അവൾ പറഞ്ഞത്. അവൻ്റെ മിഴി നിറഞ്ഞു. അവന് പറയണമെന്നുണ്ട് ഗായത്രിയോട് എന്നും അവൻ കൂടെ ഉണ്ടാവുമെന്നും കുഞ്ഞിനെ അവൾക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ലെന്നും അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഗായത്രി മാത്രമായിരിക്കുമെന്നും പിന്നെ അവളെ ഒന്ന് ചെറുതായിട്ട് കുത്തി നോവിക്കാൻ പോലും ആരെയും രുദ്രൻ അനുവദിക്കില്ല എന്നും അങ്ങനെയൊക്കെ പറയണമെന്ന് ഉണ്ട്.
പക്ഷേ അവന് പറ്റില്ലല്ലോ. ഇപ്പോഴും ബോസ് എന്നുള്ള ഒരു അതിർവരമ്പില്ലേ അവർക്ക് തമ്മിൽ, അത് ഭേദിക്കണമെന്നൊന്നും അവനില്ല. എന്നാലും അവളോട് ചെറുതായിട്ട് അടുത്ത് പെരുമാറാൻ അവൻ്റെ മനസ്സും ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയില്ല. ചിലപ്പോൾ തൻ്റെ കുഞ്ഞിന് കിട്ടാത്ത സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാവാം, ഇല്ലെങ്കിൽ പ്രണയത്തിൻ്റെ നാമ്പുകൾ എവിടെയെങ്കിലും നാമ്പെടുത്തിട്ടുണ്ടാവാം. നമുക്ക് അടുത്തടുത്ത പാട്ടുകളിൽ കാണാട്ടോ. അങ്ങനെ നേരം പുലർന്നു. കുഞ്ഞാവെ പതിവ് പോലെ ഒരുക്കിയിട്ട് ഗായത്രി കല്യാണിയമ്മയുടെ കയ്യിൽ കൊടുത്ത് ഓഫീസിലേക്ക് എത്തി. പതിലും നേരത്തെയാണ് അവർ പുറപ്പെട്ടത്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഡ്രൈവർ ലീവായതുകൊണ്ട് രുദ്രൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി ഓടിക്കുന്നതിടയിലും രുദ്രൻ്റെ കണ്ണ് ഗായത്രിയിലേക്കായിരുന്നു. അവന് എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ആയില്ല. കൂടാതെ കാറിൽ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ട് അവർ രണ്ടാളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ രുദ്രൻ്റെ മനസ്സിൽ ഗായത്രി ആണെങ്കിൽ ഗായത്രിയുടെ മനസ്സിൽ കുഞ്ഞുമായി ഇന്നലെ ചിലവഴിച്ച നിമിഷങ്ങളായിരുന്നു. അതെല്ലാം ഓർത്ത് അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഫലനം രുദ്രൻ്റെ ചുണ്ടിലും കാണാമായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ കാറ് നിന്നുപോയി. എന്തു പറ്റി രുദ്ര? ഗായത്രി ചോദിച്ചു. അറിയില്ല മാഡം, ഞാൻ നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് അവൻ ഒരു കുടയെടുത്ത് പുറത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ടും രുദ്രൻ തിരിച്ച് കാറിൽ വരാതെ കാറിന്റെ ബോണറ്റ് തുറന്ന് നോക്കുന്നത് കണ്ട് ഗായത്രിയും കാറിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് ചെന്നു. എന്താ രുദ്ര, പണിയായോ? ഗായത്രി ചോദിച്ചു. ഇപ്പോൾ ശരിയാക്കും മാഡം. മാം കാറിൽ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് രുദ്രൻ വീണ്ടും അത് ശരിയാക്കാൻ നോക്കി. ഗായത്രി തിരിച്ച് കാറിൽ കയറാതെ അവൻ്റെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ അവൾ വെറുതെ ഒന്ന് ചുറ്റും നോക്കി. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെയുള്ള പാലത്തിലൂടെ മഴ കൊണ്ട് നടക്കുന്നത് അവൾ കണ്ടത്. ഗായത്രിക്ക് ഒരു അപാകത തോന്നി. ആ കുഞ്ഞിനെയും അമ്മയും കണ്ടപ്പോൾ അവൾ രുദ്രനെ വിളിച്ചു. രുദ്ര, എന്താ മാഡം, അങ്ങോട്ടൊന്ന് നോക്കിയേ. ഗായത്രി കൈ ചൂണ്ടി അവിടേക്ക് രുദ്രനും നോക്കി. മാം, ആ കുട്ടി, വാ മാം പോയി നോക്കാം എന്ന് പറഞ്ഞ് രുദ്രനും ഗായത്രിയും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടി. രുദ്രനും ഗായത്രിയും അവളുടെ അടുത്ത് എത്തിയപ്പോഴാണ് കാണുന്നത് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ പെൺകുട്ടിയെ. ആ കുഞ്ഞിനെ പിന്നീട് പാലത്തിൽ നിന്ന് താഴെ ഇടാൻ എന്ന പോലെ ആ പെൺകുട്ടി നിൽക്കുന്നതും കണ്ട് രുദ്രനും ഗായത്രിയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടി. ഗായത്രി ഓടിച്ചെന്ന് ആ പെൺകുട്ടിയെ പിടിച്ച് പുറകോട്ട് വലിച്ചു. ഈ സമയം താഴെ വീഴാൻ പോയ കുഞ്ഞിനെ രുദ്രനും താങ്ങിപ്പിടിച്ചു. ഗായത്രി ആ പെൺകുട്ടിയെ പിടിച്ച് വലിച്ച് മാറ്റിയ ശേഷം അവളുടെ മുഖത്തേക്ക് ഒരടി കൊടുത്തു. നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോയേ? നീ എന്തിനാ ഈ കുഞ്ഞിനെ കൊല്ലാൻ പോയത്? വല്ലവരുടെയും കൂടെ പോവാനാണോടി നീ ഈ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്? ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാ. എൻ്റെ മോളുടെ ദേഹത്ത് ഒരു കുഞ്ഞു മുറിവുണ്ടായ പോലും എനിക്ക് സഹിക്കില്ല. നിനക്ക് എങ്ങനെ കഴിയുന്നു ഇത്? ഗായത്രി ദേഷ്യത്തോടു കൂടി ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഗായത്രിയല്ല, അവളിലെ അമ്മയായിരുന്നു ആ പെൺകുട്ടിയോട് ചോദിച്ചത്. പെട്ടെന്നാണ് ആ പെൺകുട്ടി താഴേക്കിരുന്ന് ഗായത്രിയുടെ കാല് പിടിച്ച് കരഞ്ഞത്. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും അങ്ങനൊരു നീക്കമുണ്ടായപ്പോൾ ഗായത്രി ഒന്ന് ഞെട്ടി. എന്താ നീ കാണിക്കുന്നത്? ഗായത്രി ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ചതും ആ പെൺകുട്ടി ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഗായത്രിയും എന്തോ അവളെ പിടിച്ചു മാറ്റാതെ അവളെ ചേർത്തു പിടിച്ചു. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ നീറി പുകയുന്നുണ്ടെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവൾ രുദ്രനെ ഒന്ന് നോക്കി. അവനും അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയായിരുന്നു. അടുത്തത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാട്ടോ. പിന്നെ ഓഫീസ് പ്രണയം കുറേ ദിവസമായിട്ടിട്ട് നാളെ മാക്സിമം 2 പാർട്ട് ഇടാൻ നോക്കുക. ആദ്യം ചെറിയ പാർട്ടായിരിക്കും, പിന്നെ കുറച്ചും കൂടി ലിങ്ക്ഡിലിടാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ പാർട്ട് നാളെയോ മറ്റന്നാളെയോ വരും. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.